ആക്കണം. ഒരു പൊതുവായ റീയൂസബിൾ മെക്കാനിസം വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻട്രലൈസ്ഡ് ആക്കണം. സോ ഒരു സ്ഥലത്ത് മാത്രം ഈ ഓതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്യുക, അതിന് നമ്മൾ റീയൂസബിളാക്കി എല്ലാ സൈഡും യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റീയൂസബിൾ ലോജിക്ക് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിൻ്റെ ആൻസറാണ് HOC എന്ന് വെച്ചാൽ ഹയർ ഓർഡർ കമ്പോണൻസ് എന്ന് പറയും. സോ ഹയർ ഓർഡർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണൻറ്റിനെ ഇൻപുട്ടായി വാങ്ങിയിട്ട് അത് റാപ്പ് ചെയ്ത് പുതിയ എൻഹാൻസ്ഡ് കമ്പോണൻറ്റിനെ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ HOC എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ദാറ്റ് ആഡ്സ് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഓർ ലോജിക് ടു അനദർ കമ്പോണൻറ്റ്. റിയാക്റ്റിൽ റീയൂസബിൾ കോഡ് എഴുതാനുള്ള ക്ലാസിക് പാറ്റേൺ ആണ് ഈ HOC എന്ന് പറയുന്നത്, ഹയർ ഓർഡർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു HOC ആണ്. സോ ഈ HOC എന്ത് വെച്ചാൽ ഒരു കമ്പോണൻറ്റ് ഇൻപുട്ടായിട്ട് എടുക്കും, എന്നിട്ട് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓതൻറ്റിക്കേറ്റഡ് അല്ലെങ്കിൽ അതിന് ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ആണെങ്കിൽ ഇൻപുട്ട് കമ്പോണൻറ്റ് റെൻഡർ ചെയ്യും. ആക്ച്വലി പറഞ്ഞ ഇൻപുട്ട് കമ്പോണൻറ്റ് റെൻഡർ ചെയ്യും. അതാണ് നമുക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ